നമസ്കാരം. ACV ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് കുര്യൻ. സ്വാഗതം ശ്രീ ജോർജ് കുര്യൻ. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുന്നു. BJPയുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് ചെയ്തത്. ജനങ്ങളുടെ പ്രതീക്ഷ, ആശകൾ ഒരു വർഷം കൊണ്ട് എത്രത്തോളം നിറവേറ്റാൻ സാധിച്ചു? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിച്ചു. രാജ്യത്തെ സംബന്ധിച്ചുള്ള ലീഡർഷിപ്പിനെ സംബന്ധിച്ചുള്ള, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള, സുരക്ഷയെ സംബന്ധിച്ചുള്ള, വിദേശത്തുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശ നയത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഏത് ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകൂടത്തിന് കൊടുക്കാൻ സാധിക്കുന്നത് പ്രഥമവും പ്രധാനവുമായിട്ടുള്ള കാര്യം ആത്മവിശ്വാസം എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചു. മാത്രമല്ല, ഇനി ഓരോ വിഷയങ്ങൾ നമ്മൾ മേഖല എടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും വർഷമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം നാണ്യപ്പെരുപ്പമാണ്. മൂന്ന് കാര്യങ്ങൾ: നാണ്യപ്പെരുപ്പം, വിദേശ നാണ്യ നിക്ഷേപത്തിൻ്റെ പ്രശ്നങ്ങൾ, വ്യാപാര കമ്മി. ഈ മൂന്ന് കാര്യങ്ങളുടെ പേരിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം ആടി ഉലയുകയായിരുന്നു. ഇത് BJP അധികാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് 2 അക്കമായിരുന്നു നാണ്യപ്പെരുപ്പം. അതിപ്പോൾ 5 താഴേക്ക് വന്നിരിക്കുന്നു. ഏതാണ്ട് 3.74 ആ തരത്തിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശ നാണ്യ നിക്ഷേപം നേരത്തെ ഏതാണ്ട് $209 മില്യൺ ആയിരുന്നു, ഇപ്പോൾ $350 മില്യൺ ആയിരിക്കുന്നു. അതുപോലെ വ്യാപാര കമ്മി, അത് നേരത്തെ 3.8 ആയിരുന്നു, ഇപ്പോൾ 1.3 ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക രംഗത്ത് നല്ലൊരു മുന്നേറ്റം നമുക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ എന്ന് പറയുന്നത് 5 വർഷത്തെയാണ് ചെയ്തു തീർക്കേണ്ടത്. അപ്പോൾ സ്ഥിരതയുള്ള നല്ലൊരു അടിത്തറ ഇടുവാൻ ഈ സർക്കാരിന് സാധിച്ചു. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ ഈ സർക്കാരിന് വളരാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ താങ്കൾ എന്നെ പറഞ്ഞതിൽ ശരിയായിരിക്കാം ഒരുപക്ഷെ, എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വിദേശ നയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് 12 മാസം പിന്നിടുമ്പോൾ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്ന ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത് 12 മാസത്തിനുള്ളിൽ 18 രാജ്യങ്ങൾ നരേന്ദ്രമോദി സന്ദർശിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിദേശത്താണ് അദ്ദേഹത്തെ. ഇവിടെ രാഹുൽ ഗാന്ധി ഈ സമയത്ത് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. 56 ദിവസം വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്ന രാഹുൽ ഗാന്ധി പിറ്റേ ദിവസം പഞ്ചാബിൽ പോയിട്ടും പ്രധാനമന്ത്രി ഉപദേശിച്ചു, പ്രധാനമന്ത്രി അധികം വിദേശത്ത് പോകരുതെന്ന്. അപ്പോൾ അത് തന്നെ അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണത്തെ പറ്റിയുള്ള അറിയാമല്ലോ. അത് കോൺഗ്രസ്സുകാരുടെ ഒരു രീതിയാണ്. മറ്റൊരു കാര്യം, ഈ ഉദാരവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണമെങ്കിൽ ഇവിടെ മൂലധന നിക്ഷേപം വേണം. മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാത്രമല്ല, വിദേശത്തു നിന്ന് വരണം. $30 ബില്യൺ ഈ ഒരു വർഷം കൊണ്ട് പ്രധാനമന്ത്രിയുടെ വിദേശയാത്ര കൊണ്ട് ഇന്ത്യക്ക് ഈ മൂലധന നിക്ഷേപമായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടി. ഇത് പറയുന്ന അവസരത്തിൽ മൻമോഹൻ സിംഗ് 2009 അദ്ദേഹം 2ാമത് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് 47 ദിവസം വിദേശത്തായിരുന്നു. 12 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. ശ്രീ മോഡി 50 ദിവസം വിദേശത്തായിരുന്നു, 18 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. നമ്മുടെ മൻമോഹൻ സിംഗ് പോകുന്നതും വരുന്നതും ജനങ്ങൾ അറിയില്ലായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം ഇന്ത്യയിലുണ്ടെന്ന്. നരേന്ദ്രമോദി പോകുന്നതും വരുന്നതും ലോക ന്യൂസാണ്, വേൾഡ് ന്യൂസാണ്. അപ്പോൾ ഏതാണ്ട് ഒരു ലോകം ശ്രദ്ധിക്കുന്ന നേതാവായിട്ട് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ഇന്ത്യയെ ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർക്ക് വലിയ നഷ്ടമാണ്. കാരണം അങ്ങനെ നരേന്ദ്രമോദി വളരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നരേന്ദ്രമോദിയുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഒരു ചായക്കച്ചവടക്കാരൻ, വീട്ടുവേലക്കാരിയുടെ മകൻ എന്നൊക്കെ ഒരു പരിവേഷമാണുള്ളത്. അങ്ങനെയുള്ള ഒരാൾ നെഹ്റുവിനെ കടത്തിവിട്ടുന്നു, അടൽ ബിഹാരി വാജ്പേയിയെ കടത്തിവിട്ടുന്നുള്ളൊരു അവസരം വരുന്ന അവസരത്തിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് രാഷ്ട്രത്തലവന്മാരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇതിൽ 5 എണ്ണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരാറുകൾ, അന്താരാഷ്ട്ര കരാറുകൾ, രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത കരാറുകളിൽ പോയതാണ്.
ബ്രസീലിൽ പോയത് ബ്രിക്സിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അത് ആരായാലും ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രി ആയാലും അത് പോയേ തീരുള്ളൂ. നേപ്പാളിൽ ആദ്യം പോയത് സാർക്കിൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഓസ്ട്രേലിയ അദ്ദേഹം പോയത് G20 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ പോയത് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് പോയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങൾ, അതാണ് അദ്ദേഹം അതിനുവേണ്ടിയാണ് പോയത്. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് കോൺഗ്രസ്സുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിന് അവർ സ്വയം പഴിക്കുകയല്ലാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധി ആയിട്ടായിരിക്കും അവർ താരതമ്യം ചെയ്യുന്നത് മോഡിയെ. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർശനത്തിലൂടെ അദ്ദേഹം ഈ വൻകിട കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ശക്തമായ ആക്ഷേപവും ഉന്നയിക്കുന്നില്ലേ പ്രതിപക്ഷം? അല്ല, ഈ ലിബറലൈസേഷൻ കൊണ്ടുവന്നത്, ഉദാരവൽക്കരണം കൊണ്ടുവന്ന BJP അല്ല. BJP അതിനെ ശക്തമായിട്ട് എതിർത്തതാണ്. ഏതെങ്കിലും ഒരു സാമ്പത്തിക ക്രമത്തിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് 1/2 സ്റ്റെപ്പ് നമ്മൾ പിൻവലിച്ചാൽ 10 സ്റ്റെപ്പ് പുറകോട്ട് പോകും. ആ രാജ്യം തകരും. ഇപ്പം ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ യോഗ്യതയുള്ള, ഓരോ വീടുകളിലും യോഗ്യതയുള്ള ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ യോഗ്യത നേടി നിൽക്കുന്ന ചെറുപ്പക്കാർ, പഠിക്കുന്ന ചെറുപ്പക്കാർ. ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രശ്നം ആ ചെറുപ്പക്കാരന് തൊഴിൽ കിട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ്, ഈ ചെറുപ്പക്കാരന് തൊഴിൽ കിട്ടാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി വിദേശ യാത്ര ചെയ്തത്. കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയല്ല. ഇന്ത്യയിലേക്ക് മൂലധന നിക്ഷേപം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം പോയത്. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതികൾ, 12 രൂപയ്ക്ക് പെൻഷൻ, 2 ലക്ഷം രൂപ കിട്ടുന്നു. ഇന്ത്യയിലോ ലോകത്തെങ്ങും ചിന്തിക്കാൻ മേലാത്ത കാര്യമാണ്. ഒരു മനുഷ്യൻ ഒരു വർഷം 12 രൂപ മുടക്കി കഴിഞ്ഞാൽ അത് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു. 330 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കവറേജ് കിട്ടുന്നു. അതുപോലെ പെൺകുട്ടികൾക്ക് ഈ സുകന്യ സമൃദ്ധി യോജന എന്നുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 1000 രൂപ തൊട്ട് അടച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു 18 വയസ്സാകുന്ന സമയത്ത് 50% ലോൺ ആയിട്ട് കിട്ടും. 21 വയസ്സാകുന്ന സമയത്ത് മുഴുവൻ കിട്ടും. ഇത് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുള്ള കുടുംബത്തിന് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇതൊന്നും ടാറ്റയും ബിർളയും അത് അഡാനിയും അംബാനിയും ഒന്നും ചേരുന്ന പദ്ധതികളല്ല. ഇങ്ങനെയുള്ള പദ്ധതി. അതുപോലെ തന്നെ കർഷകന്, സാധാരണക്കാരന് ഈ പെൻഷൻ കിട്ടുന്ന കാര്യം ചിന്തിക്കാൻ സാധിക്കും. ഇപ്പം 47 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു 1000 രൂപയുടെ മാസം 1000 രൂപയുടെ പെൻഷൻ കിട്ടും. അത് സ്ഥിരം തൊഴിലില്ലാത്ത കൂലിപ്പണിക്കാർ, അങ്ങനെയുള്ള സംഘടിത മേഖല അല്ലാത്തവർക്ക് വേണ്ടിയുള്ള പദ്ധതി. അതായത് 47 രൂപ കൊടുത്താൽ 1000 രൂപ കിട്ടുന്നു. 210 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5000 രൂപ കിട്ടുന്നു. ഇത് ഏതായാലും ആരും പറയില്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് പറയില്ല. ഒരു സർക്കാർ രൂപീകരിക്കുന്ന പദ്ധതികൾ ആർക്ക് വേണ്ടിയാണ് എന്ന് ആലോചിച്ചിട്ട് വേണം ഇത് കോർപ്പറേറ്റിനാണോ വേണ്ടയോ എന്ന് പറയേണ്ടത്. മറ്റൊന്ന്, കോർപ്പറേറ്റുകളെ പറ്റി പറയുന്ന സമയത്ത് ഇതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. ഈ അംബാനി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും വലിയ കോടീശ്വരൻ. അദ്ദേഹം 1966 തുടങ്ങുന്നത്. യമനിൽ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അദ്ദേഹം. തിരിച്ചു വന്നിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ കമ്പനി തുടങ്ങുന്നത് 1966 95 അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി. ആ സമയത്ത് ഇന്ത്യയുടെ ഒരു ഭാഗത്തും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലില്ലായിരുന്നു 95 വരെ. മാത്രമല്ല, ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. ഇന്ദിരാഗാന്ധി മരിക്കുന്ന അവസരത്തിൽ അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധി മിസ്റ്റർ ക്ലീൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പ്രതിച്ഛായ ഉണ്ടായിരുന്നു. ഈ അംബാനി അടുപ്പിക്കില്ലായിരുന്നു കുറച്ച് നാളത്തേക്ക്. പക്ഷേ അംബാനി ഒരു ദിവസം പ്രഖ്യാപിച്ച് ഇനി മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായിരിക്കും. അദ്ദേഹം പാർലമെൻറ്റിൽ പോയി. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറണമല്ലോ, അല്ലാതെ പോകാൻ പറ്റില്ല. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത് പല പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. അവിടെ രാജീവ് ഗാന്ധി നിന്നാണ് പറയുന്നത്. വീണ്ടും അംബാനിയുടെ യുഗം തുടങ്ങിയാണ് ഉണ്ടായത്. അത് അംബാനിയുടെ കാര്യം. ഇനി അഡാനി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പ്രീ ഡിഗ്രി മാത്രമുള്ള വിദ്യാഭ്യാസമുള്ള ആളാണ്. ഫസ്റ്റ് ഇയർ BCom മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 18ാമത്തെ വയസ്സിൽ ബിസിനസ് തുടങ്ങി. 1988 ബിസിനസ് തുടങ്ങി. ആദ്യത്തെ വർഷം 10 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. 1993 ആയപ്പോൾ 1000 കോടി രൂപയുടെ മൂലധനമുള്ള ആളായിട്ട് മാറി അദ്ദേഹം. അങ്ങനെയാണ് ഈ മുന്ദ്ര പോർട്ട് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ തുടക്കം. നരേന്ദ്രമോദിയും മൻമോഹൻ സിംഗും കൂടെ ഇന്ത്യയിൽ ഒരു തുറമുഖം സ്വകാര്യവൽക്കരിക്കണം എന്ന് തീരുമാനിച്ചു. അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ചിമൻഭായി പട്ടേലിനെ അവർ സമീപിക്കുന്നു. അവർ 3 പേരും കൂടെ തീരുമാനിക്കുന്നു മുന്ദ്ര പോർട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണമെന്ന്. അവർ ടെൻഡർ വിളിക്കുന്നു. ടെൻഡർ വിളിച്ചിട്ട് ഇവിടെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് പോലെ അന്ന് വന്നത് ഈ അഡാനി മാത്രമാണ്.
ആ അഡാനിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് ആ സർക്കാർ പോകുന്നു, കോൺഗ്രസിന്റെ സർക്കാർ വരുന്നു, ചബീൽ ദാസ് മേത്ത എന്ന് പറയുന്ന മുഖ്യമന്ത്രി വരുന്നു. അവർ ടെൻഡർ ഉറപ്പിക്കുന്നു 94-ൽ. 95-ൽ BJP സർക്കാർ വരുന്ന ടെൻഡർ അഡാനിക്ക് തന്നെ കൊടുക്കുന്നു. അഡാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റിസ്ക് ഏറ്റെടുക്കുന്ന ബിസിനസ്സുകാരനാണ്. ആ തുറമുഖം വികസിക്കുന്നു. ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ വിട്ടുകൊടുത്തു എന്നുള്ളത് ശരിയായിരുന്നു ഒരു തുറമുഖം വികസിക്കണമെങ്കിൽ. അപ്പൊ ഈ അഡാനി 88 മുതൽ 93 വരെയും ഇയാൾ വളർന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ്. അത് മാത്രമല്ല, സ്വതന്ത്ര ഇന്ത്യയിൽ BJP ഭരിച്ചിരിക്കുന്ന 7 വർഷം മാത്രമാണ്. 68 വർഷത്തിൽ 7 വർഷം മാത്രമാണ് BJP ഭരിച്ചത്. അപ്പൊ ആ കാലഘട്ടത്തിലാണോ ഈ കോർപ്പറേറ്റുകളെ വളർത്തിയെടുത്തത്? BJP ആണോ വളർത്തിയെടുത്തത്? അപ്പൊ അതുകൊണ്ട് ഇത് കള്ളപ്രചരണമാണ് എന്ന് അംബാനിയുടെ അഡാനിയുടെയും മാത്രമാണ് ഞാൻ പറഞ്ഞത്. ലളിത് സൂര്യയുടെ കഥ വേണമെങ്കിൽ ഞാൻ പറയാം. പശ്ചിമ ബംഗാളില് ഇടതുമുന്നണിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇത് ശുദ്ധ കള്ളത്തരമാണ്. ഓരോരുത്തരെയും പേരെടുത്തിട്ട് പറയാൻ സാധിക്കും. ഇടതുപക്ഷക്കാരോട് പറയാം, ഗ്രേറ്റ് ഈസ്റ്റേൺ ഹോട്ടൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ, അത് കൽക്കട്ടയിലായിരുന്നു. 244 മുറികളുള്ള 150 വർഷം മുമ്പ് ഹോട്ടൽ പണിയുന്ന അവസരത്തിൽ 150 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്ന ഹോട്ടൽ അത് പൂട്ടിയത് 2005-ൽ ലളിത് സൂര്യക്ക് കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരാണ്. 3500 ആൾക്കാരുടെ തൊഴിലാണ് പോയത്. ആ ലളിത് സൂര്യയുടെ വളർച്ചയും നമുക്ക് നോക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ ഒരു കാരണം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വീട്ടുവേലക്കാരിയുടെ മകൻ, പിന്നോക്കക്കാരൻ അധികാരത്തിൽ വന്നു. ഈ 68 വർഷ കാലഘട്ടമായിട്ട് ഈ പിന്നോക്കക്കാർക്ക് വേണ്ടിയും പട്ടികജാതിക്കാർക്ക് വേണ്ടിയും പറഞ്ഞവർക്ക് അങ്ങനെ ഒരു ശാക്തീകരണം നടത്താൻ സാധിച്ചില്ല. അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുക. കേരളത്തിൽ ഇന്നേ വരെ ഒരു BJP ഒരു അക്കൗണ്ടും തുറന്നിട്ടില്ല. എന്നാലും കേരള ജനതയ്ക്കും പ്രത്യേകിച്ച് BJP അണികൾക്കും കേരളത്തിലെ ചില കാര്യങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മോഡി സർക്കാരിൽ നിന്ന്. പ്രത്യേകിച്ച് ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അതൊരു അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നു, പാരിസ്ഥിതിക ആഘാത പഠനം നടത്താനായിട്ട്. അപ്പോൾ ഇത് വീണ്ടും വന്നു, ആറന്മുള വിമാനത്താവളം നടപ്പിലാകുമോ എന്നുള്ളൊരു സംശയത്തിലേക്ക് വന്നു. അതായത് ഈ KGS ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ, ഞാൻ പറയാം, 2000 എനിക്ക് ആറന്മുള ഈ പത്തനംതിട്ട ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്നു പാർട്ടിയിൽ. അന്നാണ് അവിടെ ആറന്മുള സമരം തുടങ്ങി. 2012 ഡിസംബർ മാസം അവിടെ വിമാനം ഇറങ്ങും എന്ന് ഇവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. മൻമോഹൻ സിംഗ് ആറന്മുളയിൽ വന്നിട്ട് തറക്കല്ലിടും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ എമർജിംഗ് കേരള കൊച്ചിയിൽ നടക്കുന്ന അവസരത്തിൽ മൻമോഹൻ സിംഗ് വന്നിട്ട് തറക്കല്ലിടും എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊച്ചിയിൽ വെച്ച് അദ്ദേഹം സ്വിച്ച് ഓൺ ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്ന ഒരു കമ്പനിയാണ് ഈ KGS ഗ്രൂപ്പ്. ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഗ്രീൻ ട്രൈബ്യൂണലിൽ അത് ഈ പാരിസ്ഥിതിക അനുമതി റദ്ദ് ചെയ്തു. നമ്മുടെ കേന്ദ്ര സർക്കാരാണ് അപ്പീലിന് പോകേണ്ടത്. കേന്ദ്ര സർക്കാരിന് അപ്പീലിന് പോയില്ല. അതോടുകൂടി നയം വ്യക്തമായി. സുപ്രീം കോടതി ആ വിധി ശരിവെച്ചു. അപ്പോൾ അതോടുകൂടി പാരിസ്ഥിതിക അനുമതി ഇല്ലാതായി. മറ്റൊന്ന് ഡിഫൻസ് മിനിസ്ട്രിയുടെ ആയിരുന്നു, അതും റദ്ദാക്കിയിരിക്കുന്നു. പിന്നെ ഒന്നുള്ളത് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെയാണ്, അതും റദ്ദാക്കിയിരിക്കുന്നു. ഇപ്പം ഇവർ പറയുന്നത് ഇത് ആദ്യം പറഞ്ഞത് പാരിസ്ഥിതിക ഉണ്ടെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഡിഫൻസിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് സിവിൽ ഏവിയേഷൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു, അവസാനം രക്ഷയില്ലാതിട്ട് പറഞ്ഞു നരേന്ദ്രമോദി വരും. അതായത് 2012 മൻമോഹൻ സിംഗ് വരും എന്ന് പറഞ്ഞ അതേ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു തട്ടിപ്പ് കമ്പനിയാണിത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതിന് യാതൊരുവിധ വിലയുമില്ല. യഥാർത്ഥത്തിൽ ഈ ആറന്മുള എയർപോർട്ടിൻ്റെ എല്ലാവിധ സാധ്യതകളും ഇല്ലാതായി. അത് സത്യത്തിൽ ഒരു ഇല്യൂഷനാണ്. ഇത് അവരുടെ KGS ഗ്രൂപ്പിൻ്റെയും കോൺഗ്രസ്സുകാരുടെയും ഒരു ഇല്യൂഷനായിട്ട് അത് മാറിയിരിക്കുകയാണ്. അല്ലാതെ അതിൻ്റെ അകത്തൊന്നുമില്ല. അത് സംഭവിക്കാൻ പോകുന്നില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ആറന്മുള സമരസമിതി ശക്തമായിട്ട് സമരവുമായിട്ട് മുമ്പോട്ട് പോകാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്കൊരു സംശയമുണ്ട്, KGS ഗ്രൂപ്പ് ഇതിനകത്ത് ഇപ്പോഴും ശക്തമായി വാദിക്കുന്നുള്ളത് കൊണ്ടാണ്. അതല്ല, അതിൻ്റെ കാരണം ഈ ഇടതുമുന്നണിക്കാർ ആണ് ഇവർക്ക് അനുമതി കൊടുത്തത്. അപ്പോൾ ഇടതുമുന്നണിയുടെ കുറച്ച് ആൾക്കാർ അവിടുത്തെ സമരസമിതിയിലുണ്ട്. അവരുടെ വിശ്വാസം ഞങ്ങൾ ചെയ്ത പോലെ BJP-ക്കാർ ചെയ്യുമോ, ഞങ്ങളിങ്ങനെ കൊടുത്തിട്ടാണ് തുടങ്ങിയത്. മുഴുവൻ അനുമതിയും കൊടുത്ത ഇടതുപക്ഷമാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവർ അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് അവർ സമരമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള അവരെ പറ്റിയുള്ള ഒരു സംശയം കൊണ്ട് തന്നെ അവർ ചെയ്യുന്നതാണ്. ഇടതുമുന്നണിയുടെ ആൾക്കാർ അവരുടെ സ്വഭാവം, അവരുടെ നേതാക്കന്മാരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അതേ രീതിയിലായിരിക്കും BJP എന്നുള്ളൊരു സങ്കല്പത്തിൽ
അവർ ചെയ്യുന്നത്. അതിന് BJPക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അതുപോലെ തന്നെ ഈ നമ്മൾ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെടുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ ചില പാർട്ടിക്ക് ഉണ്ടാക്കുകയും ചെയ്തതാണ് പശ്ചിമഘട്ട മലനിരകളുടെ കാര്യത്തിൽ. ഇക്കാര്യത്തിൽ BJP ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെ നടപ്പിലാക്കണം എന്ന് ശക്തമായി വാദിച്ചതാണ്. ഇതിനകത്തും വ്യക്തമായ ഒരു തീരുമാനം എടുക്കാതെ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ അവിടുത്തെ പ്രഖ്യാപനം, കേന്ദ്ര ഗവൺമെൻറ് ലോക്സഭാ ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം അത് നടപ്പിലായിരിക്കുന്നു എന്നെല്ലാം പ്രഖ്യാപിച്ചത് ഒന്നും നടന്നിട്ടില്ലല്ലോ. BJP പറഞ്ഞത് പഠിക്കണം, ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. 6 സംസ്ഥാനങ്ങൾ കഴിഞ്ഞു. അല്ല, അത് 1 വർഷമല്ല, ചിലപ്പോൾ 3-4 വർഷം എടുക്കേണ്ടി വരും. കാരണം ജനങ്ങളുടെ വിഷയമാണ്. അപ്പൊ 6 സംസ്ഥാനങ്ങളുടെ കാര്യമാണ്. BJP പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ജനകീയമാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അവിടുത്തെ ഗ്രാമസഭകളാണ് തീരുമാനിക്കേണ്ടത്. എത്രമാത്രം അവിടെ ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നീക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കൂ എന്നാണ് BJPയുടെ സ്റ്റാൻഡ്. യാതൊരു സംശയവുമില്ല. ആ സ്റ്റാൻഡ് നിലയിൽ വരികയും ഈ ചർച്ചിൻ്റെ ആൾക്കാർ, അച്ഛന്മാരും ഒക്കെ തന്നെ പ്രകൃതി സംരക്ഷകരായിട്ട് മാറുന്ന ദിനം അനധിവിദൂരമല്ല. അവർ തന്നെ ഇറങ്ങേണ്ടി വരും. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് പോലെ അത് വലിയ ദുരന്തമുണ്ടാകും. നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ അടിവാരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇടുക്കിയിലെ കഴിഞ്ഞ ഒരു 150 വർഷം മുമ്പ് ജനങ്ങൾ കുടിയേറിയ സ്ഥലമാണ്. വലിയ കിക്കാൻ തൂക്കായിട്ടുള്ള കുന്നുകളാണ്. 1993 ഒക്ടോബർ മാസം 8-ാം തീയതി അവിടെ 150 ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവിടെ നിന്ന് ഇപ്പോൾ മാറിയാണ് അവർ താമസിക്കുന്നത്. ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രകൃതിയെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ഈ നമ്മുടെ അച്ഛന്മാരൊക്കെ തന്നെ പ്രകൃതി സംരക്ഷകരായിട്ട് മാറും, യാതൊരു സംശയവുമില്ല. പിന്നെ കോറിക്കാർക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ട്, അതിന് നിന്ന് കൊടുക്കാൻ ആയാലും BJPയും തയ്യാറല്ല. പക്ഷേ ഇനി ഇത് പഠിച്ച് നടപ്പിലാക്കണം, ഇത്രയും കൂടുതൽ വർഷങ്ങൾ ഇനിയും വേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇനിയും BJPയിലേക്ക് ഒരു വിശ്വാസം അർപ്പിച്ചവർ ഇനി തിരികെ CPMലേക്കും കോൺഗ്രസിലേക്കും പോകില്ലേ? CPMും കോൺഗ്രസും പറയുന്നത് നടപ്പിലാക്കണമെന്നല്ലേ, മറ്റേ കസ്തൂരി രംഗം നടപ്പിലാക്കണം, ഇത് ഗാഡ്ഗിലും വേണ്ട. BJP ഇതിനകത്തൊരു തീരുമാനത്തിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ അതല്ല, അത് ഫെഡറൽ സംവിധാനമാകുമ്പം എല്ലാ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടേ സാധിക്കുള്ളൂ. അത് അങ്ങനെ ഇപ്പം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ടീം ഇന്ത്യയാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും കൂടെ കൂടിയിരുന്നിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമരം പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ കേട്ടുകേഴ്വില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ രീതിയിലൊരു ഫെഡറൽ സംവിധാനത്തിൻ്റെ രീതിയിൽ അത് മുന്നോട്ട് കോർപ്പറേറ്റ് ഫെഡറൽ സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മറ്റ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് സമയം കൊടുക്കേണ്ടി വരും. ഈ താങ്കൾ ഒരു റബ്ബർ കർഷകരുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളാണ്. താങ്കൾക്കറിയാം റബ്ബർ കർഷകർ നേരിടുന്ന ചില പ്രതിസന്ധികളും അവരനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയാവുന്നതാണ്. അക്കാര്യത്തിലും ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ, അവർക്ക് അനുഭാവപൂർവ്വമായിട്ടുള്ള. അതല്ല, ഈ മാണിയും ഉമ്മൻചാണ്ടിയും കൂടെ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് നിർമ്മലാ സീതാരാമൻ ഇങ്ങോട്ട് വരികയത് ഇതിനൊരു റബ്ബർ പോളിസി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഒരു റബ്ബർ പോളിസി വേണം. അതായത് കർഷകരും ഈ വ്യവസായികളും തമ്മിലുള്ള ബന്ധത്തിലൊരു സ്ഥിരമായിട്ടുള്ള ഒരു നയം വേണം. അതിനുവേണ്ടി ഇവിടെ വന്ന അവസരത്തിൽ ഇവിടുത്തെ സർക്കാർ അത് സഹകരിക്കാൻ തയ്യാറായില്ല. മറ്റൊന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു, അടൽ ബിഹാരി വാജ്പേയി കാണിച്ചു കൊടുത്തൊരു മാർഗമുണ്ട്. ഇത് 2 പോർട്ടുകളിലേക്കായിട്ട് ഇറക്കുമതി ചുരുക്കുക. അന്ന് കൽക്കട്ടയിലും അതുപോലെ തന്നെ വിശാഖപട്ടണത്തുമായിട്ടാണ് അത് ചുരുക്കിയത്. ആ അവസരത്തിൽ ഇവിടെ റബ്ബറിന് വീണ്ടും വില വർദ്ധിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ എന്തുകൊണ്ടോ ഇവിടുത്തെ സർക്കാരിന്, കേരള സർക്കാർ അത് പ്രസ് ചെയ്തില്ല. ആ കാര്യത്തിൽ അത് നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് വെച്ച കാര്യമാണ്. വേറൊരു കാര്യം, ഇത് ഈ റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കും സർക്കാരിനും മാത്രമേ താല്പര്യമുള്ളൂ. ബാക്കിയുള്ളിടത്തല്ല ഇതിൻ്റെ ഫാക്ടറിയാണ്, അവരതിൻ്റെ ഗുണഭോക്താക്കളാണ്. അപ്പോൾ കേരള സർക്കാർ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ശക്തമായിട്ട് ഇടപെട്ടു. ആ സമയത്ത് സംഭവിക്കുകയും ചെയ്തു. വേറൊന്ന്, ഈ റബ്ബറിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം 250 കോടി രൂപയാണ്. കേരള സർക്കാരിന് 1000-ലേറെ കോടി രൂപയാണ്. മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന റബ്ബർ ബോർഡ് മുഖേന കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം കർഷകർക്ക് കിട്ടുന്നില്ല. കർഷകർക്ക് കൊടുക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും റബ്ബർ ബോർഡ് മുഖേന കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. അത് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ 1000 കോടി കിട്ടുന്ന കേരള സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചു 150 രൂപയ്ക്ക് റബ്ബർ എടുക്കുമെന്ന് പറഞ്ഞു. 1 കിലോ പോലും എടുത്തില്ല. പക്ഷേ കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്രിയാത്മകമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ
ഇതിനൊരു മാറ്റമുണ്ടാകും. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു അടൽ ബിഹാരി വാജ്പേയി കാണിച്ചു കൊടുക്കുന്ന മാർഗത്തിലേക്ക് ഇപ്പോഴും പോകാൻ സാധിക്കും. അത് ഇവിടുത്തെ ഭരണാധികാരികൾ ആവശ്യപ്പെടണം, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇവിടുത്തെ മന്ത്രിസഭയും ആവശ്യപ്പെടുക. നിയമസഭ പ്രമേയം പാസ്സാക്കട്ടെ, എല്ലാ കാര്യത്തിനും നിയമസഭ പ്രമേയം പാസ്സാക്കുന്നുണ്ടല്ലോ, ഞങ്ങളും കൂടാം. കാരണം അടൽ ബിഹാരി വാജ്പേയി ചെയ്തതാണ്, ഇപ്പോൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്തുകൊണ്ടോ അജ്ഞാതമായിട്ടുള്ള കാരണങ്ങളാൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടുത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒരു അലംഭാവം ഇക്കാര്യത്തിൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യത്തിൽ നമുക്കൊരു വികസനം ഒരു വർഷത്തിന്റെ ഇടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അത് തികച്ചും തെറ്റല്ലേ? 1200 കോടി രൂപയാണ് ഈ ബജറ്റില്, അതായത് UPA സർക്കാരിന്റെ 10 വർഷം കൂടി നീട്ടിവെച്ച അത്രയും രൂപയാണ് ഈ കഴിഞ്ഞ ബജറ്റ് മാറ്റിവെച്ചത്. 1200 കോടി രൂപ. അന്നത്തെ പത്രങ്ങളെടുത്തോ, BJP വിരുദ്ധമായിട്ടുള്ള കേരളത്തിലെ പത്രങ്ങളെടുത്തോ, അത്രയും രൂപ മാറ്റിവെക്കുകയും മാത്രമല്ല ഈ ഡബിളിംഗ് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ അല്ല, അത് 145 കോടി രൂപ സ്വകാര്യ മേഖലയിൽ നിന്ന് കണ്ടെത്തി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കും. ഇത് മോഡി സർക്കാരാണ് പറയുന്നത്, അല്ലാതെ നേരത്തെ IIT വരുമെന്ന് പറഞ്ഞിരുന്നു. 10 വർഷം കോൺഗ്രസ്സുകാർ പറഞ്ഞു, വന്നു, ക്ലാസ് തുടങ്ങാൻ പോകുന്നു. IITയുടെ പാലക്കാട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്ഥലം തരാൻ പറഞ്ഞു, ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാൻ സാധിച്ചില്ല. കാരണം മോഡിയുടെ ഒപ്പം സ്പീഡ് ഉമ്മൻചാണ്ടിക്ക് ഏതായാലും ഉണ്ടാവില്ല, സമ്പർക്കത്തിലുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതുപോലെ തന്നെ വിഴിഞ്ഞം, ഞാൻ ചോദിക്കട്ടെ, എത്ര പദ്ധതികൾ ഇവർ പ്രഖ്യാപിച്ചു? ഒത്തിരി പദ്ധതികളുമായിട്ടിരുന്നു. ഈ മോഡി സർക്കാർ വന്നതിന് ശേഷമല്ലേ ഇതെല്ലാം നടപ്പിലാകാൻ തുടങ്ങിയത്? അതൊരു പക്ഷേ മോദിയും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ബന്ധമല്ലേ ഫലം കൂടി. അത് ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ VGF ആദ്യം വന്ന, അദാനി അല്ല വന്നത്. VGF ആയിരുന്നു വലിയ വിഷയം. അത് ചോദിച്ചു, കേരളം ചോദിച്ചു, അപ്പോഴേ കൊടുത്തു 820 കോടി രൂപയുടെ. അതുപോലെ നമ്മുടെ കൊച്ചിൻ മെട്രോയുടെ 800 കോടി രൂപ ചോദിച്ചപ്പോഴേ കൊടുത്തു. അതുപോലെ നമ്മുടെ ഇപ്പൊ പറഞ്ഞ കോച്ച് ഫാക്ടറിയുടെ കാര്യം ചോദിച്ചപ്പോഴേ കൊടുത്തു. അത് ഏത് കാര്യമായാലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ല തിരുവനന്തപുരം ഡിവിഷന്റെ കാര്യത്തിൽ ഒരു വികസനത്തിന്റെ കാര്യത്തിൽ ഒരു അതാണ് ഏറ്റവും കൂടുതൽ ഡബിളിംഗ്. ഇപ്പൊ അതിൽ യാത്ര ചെയ്ത് നോക്ക്, ഡബിളിംഗ് ഇപ്പൊ ഉടനെ പൂർത്തിയാവും, ഒരു പക്ഷേ അടുത്ത വർഷം കൊണ്ട് പൂർത്തിയാവും. അത്രമാത്രം ഏതാണ്ട് ഡബിളിംഗ് രണ്ടും കൂടി 600-ലേറെ കോടി രൂപ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ. ഇത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ബജറ്റാണ് പ്രാവശ്യം കേരളത്തെ സംബന്ധിച്ച് നടന്നത്. റെയിൽവേയുടെ കാര്യത്തിൽ കേരളത്തിന് വേണ്ടിയ 3 കാര്യങ്ങളാണ്. ഒന്ന് ഡബിളിംഗ്, മറ്റൊന്ന് ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം, മറ്റൊന്ന് ഇലക്ട്രിഫിക്കേഷൻ. ഈ 3 പൂർത്തിയായി കഴിഞ്ഞാൽ എത്ര ട്രെയിൻ വേണമെങ്കിലും നമുക്ക് ഓടിക്കാം. കേരളത്തിലേക്ക് ട്രെയിൻ ഓടിക്കാൻ നമ്മുടെ ആഭ്യന്തര ട്രെയിനാണ് നമുക്ക് ആവശ്യം. അതായത് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു 3 മണിക്കൂർ ഇടവിട്ട് ട്രെയിനുകൾ ഓടിക്കഴിഞ്ഞാൽ, അതുപോലെ പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ, പുനലൂർ ഭാഗത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കപ്പെടുകയാണ്. അതിന് ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ ദീർഘദൂര ട്രെയിൻ അതിനിടയിൽ നമുക്ക് ധാരാളം ഓടിക്കാനും സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടികൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായിരിക്കുന്നു, ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഡബിളിംഗ് ഉടനെ പൂർത്തിയാകും. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം വരും. 5 വർഷത്തിനുള്ളിൽ നമ്മളിനി റെയിൽവേയെ പറ്റി കുറ്റം പറയില്ല. ഓരാ ജോവാലിന്റെ കാലത്ത് സന്തോഷിച്ചുകൊണ്ടിരുന്ന പോലെ നമ്മൾ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതെല്ലാം കിട്ടും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ഒക്കെ തന്നെ അദ്ദേഹത്തെ കാണുകയും ഏറെ സന്തോഷിക്കുകയും അനുഭാവപൂർവമായ ചില തീരുമാനങ്ങളിലേക്കൊക്കെ വരികയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ക്രൈസ്തവർ നേരിടുന്ന പല തരത്തിലുള്ള, പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ മേലുള്ള ബലാത്സംഗം വരെ ഉണ്ടായിട്ടുള്ള ഇതിലൊക്കെ തന്നെ മോഡി നിശബ്ദനാകുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ഞാൻ പറയാം, കൽക്കട്ടയിൽ ഒരു കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ തന്നെ അത് ഹിന്ദുത്വ ശക്തികളാണ്. ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് വലിയ പത്രത്തിൻ്റെ ഇംഗ്ലീഷ് വാരികയിൽ നൺ ഓഫ് അവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ നണ്ണ് ഇംഗ്ലീഷ് മറ്റേ കന്യാസ്ത്രീയുടെ നൺ വെച്ചിട്ടുള്ള വരണം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇത് ഹിന്ദുത്വവാദികളാണ് എഴുതിയിരിക്കുക, അത് തീർത്തെഴുതിയിരിക്കുകയാണ്. അതിൻ്റെ അത് യാതൊരു ഒരു പ്രശ്നവുമില്ല, അത് ഗർവാപിസയുടെ ഭാവമാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ആഴ്ചയിൽ ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തു. ഒരു പത്രത്തിലും ന്യൂസില്ല. അപ്പോൾ ഇത് ഒരു രീതിയിൽ ആ മതവിഭാഗത്തെ ആക്ഷേപിക്കുകയാണ്, അതായത് ക്രിസ്ത്യൻ മതവിഭാഗത്തെ ആക്ഷേപിക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവർക്കാണ് ഇതുകൊണ്ട് ദുരന്തം വരുന്നത്. ഞാൻ പറയാം, ഇതിപ്പോൾ ഇവിടുത്തെ മാനസികാവസ്ഥ ശരിയായിരിക്കും, ഇവിടെ കുറച്ച് വോട്ട് കിട്ടുമായിരിക്കും. പക്ഷേ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന മിഷണറീസ് ആയിരിക്കും. അവിടുത്തെ ജനങ്ങൾ ഇവരെ സംശയിക്കും. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന ചിന്ത ഇത് മതപരമായിട്ടായിരിക്കും. എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഞങ്ങളുടെ തലയിൽ വെക്കുന്നവരാണ് എന്നുള്ള ഒരു ഭയവും ഒരു അകൽച്ചയും ഉണ്ടാവും.
അത് നിരന്തരമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് പറയാനുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് BJPയുടെയും സംഘപരിവാറിൻ്റെയും തലയിൽ വെച്ച് കെട്ടാൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്ന അവിടുത്തെ ക്രിസ്ത്യാനികളായിരിക്കും. അതുകൊണ്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ട് കിട്ടാനും ഭീതി വളർത്താനും നല്ലതാണ്. പക്ഷേ അവർ ദ്രോഹിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന മിഷണറീസിനെ ആയിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. മിഷണറീസ് 80% കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ചീത്തയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള പ്രചരണം നടത്തരുത് എന്നാണ് എനിക്ക് എല്ലാവരും. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി ഒരു മൗനം പാലിക്കുന്നത്? ഞാൻ പറയാമല്ലോ, ഡൽഹിയിൽ ഞാനൊക്കെ താമസിക്കുന്ന ഇതാണ്. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊള്ളസംഘങ്ങൾ വരുന്ന സ്ഥലമാണ്. അവർ കൊള്ളയും കൊലയും നടത്തിയിട്ട് അവർ തിരിച്ചു പോകും. പലപ്പോഴും അവരെ പിടിക്കാൻ സാധിക്കില്ല. അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പരാജയമോ പോലീസിൻ്റെ പരാജയമാണെന്ന് പറയാം. ഏതാണ്ട് 274 ക്ഷേത്രങ്ങളിൽ ഇതേ സമയത്ത് തന്നെ കളവ് നടക്കി ഇതുപോലെ അവർ അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. ഈ മുസ്ലിം മദ്രസ ദേവാലയങ്ങളിൽ ഇതുപോലെ തന്നെ നടന്നു. 14 സ്ഥലത്ത് നടന്നു. അതുപോലെ തന്നെ സിഖുകാരുടെ നടന്നു. അവരെല്ലാം അതിനെ കളവായിട്ട് കണ്ടു. ഇവിടെ ഈ ഒരുപക്ഷെ കേരളത്തിലെ ഇതുകൊണ്ടായിരിക്കാം, റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിനും രാഷ്ട്രീയക്കാർ വോട്ട് കിട്ടുന്നതിനും വേണ്ടിയായിരിക്കണം. ഇത് ചർച്ചകളിൽ വന്ന അവസരത്തിൽ അത് ആക്രമണം ആയിട്ട് വന്നു. അത് വളരെയധികം അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ ഈ അനാവശ്യമായിട്ട് ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചതിൻ്റെ റിയാക്ഷൻസ് ഇന്ത്യയിൽ മുഴുവനുണ്ടായി. അത് ശരിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഡൽഹിയിൽ സ്വാഭാവികമായിട്ട് മറ്റു സ്ഥലങ്ങളുണ്ടായ കളവ് പോലെ ഉണ്ടായത് ഒരു വിഭാഗത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുക. അവിടുത്തെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. കാരണം അത് വളരെ ന്യൂനപക്ഷമാണ് അവിടുത്തെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ചിന്തിച്ചത് അവിടുത്തെ ജനങ്ങൾ ഇത് കളവ് നടന്ന ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നു എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത്. അതിൻ്റെ ചെറിയ ചെറിയ റിയാക്ഷൻസ് മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശക്തമായിട്ടുള്ള നടപടികളിലൂടെ സർക്കാർ അത് അടിച്ചമർത്തുകയുണ്ടായി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. കാരണം ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഇങ്ങനെ അനേകം മതങ്ങളുള്ള ഒരു രാജ്യത്ത് ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധ നടിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ദുഃഖകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിന് ഒരു സംരക്ഷണം കിട്ടുന്നുണ്ടോ ശരിയായ രീതിയിൽ? ഇന്ത്യയിൽ എവിടെയാണ് ന്യൂനപക്ഷത്തിന് കുഴപ്പമുള്ളത്? എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ് ന്യൂനപക്ഷം എന്ന രീതിയിൽ ഏതെങ്കിലും ജനവിഭാഗത്തിന് കുഴപ്പമുള്ളതെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾ പറയട്ടെ. ന്യൂനപക്ഷമായതുകൊണ്ട് ആരും പീഡിപ്പിക്കപ്പെടുന്നില്ല. ഇപ്പം ന്യൂനപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷം നോക്കി കളവ് നടത്തുക എന്നുള്ളത് നമുക്കറിയില്ല, അത് വേറെ കാര്യം. ഈ കേരളത്തിൽ ഈ പ്രതിപക്ഷം സോളാർ കേസിലും അതുപോലെ തന്നെ ബാർ കോഴ കേസിലും സർക്കാരിനെതിരെ സമരം ചെയ്തു. BJPയും സമരം ചെയ്തു. ഇപ്പോൾ പിണറായി വിജയൻ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ 6000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. BJP ഇതിനോടെ ചേരുമോ? മറ്റു പല കാര്യങ്ങളിലും സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സമാനത പുലർത്തിയിരുന്നു. ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം പിണറായി വിജയൻ അങ്ങനെ. പക്ഷേ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ആരോപണം ഉന്നയിക്കാറുള്ളത്? ഫേസ്ബുക്കിൽ കൂടെയാണോ സാധാരണ ചെയ്യാറുള്ളത്? ഇനിയുള്ള കാലഘട്ടത്തിൽ സമരമുഖത്ത് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. അപ്പൊ അഡാനിയായിട്ട് എന്തോ വഴി ഒരു ബന്ധമുണ്ട്. ഇവര് പറയുന്ന പോലെ വിളിച്ചു വരുത്തിയതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അഡാനിയും BJP ആയിട്ടുള്ള ബന്ധം പറഞ്ഞല്ലോ. അപ്പോൾ അത് വെറുതെ അടിച്ചേൽപ്പിക്കുന്നതാണ്. പക്ഷേ ഈ സർക്കാരിന് മുൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അഡാനിയുമായിട്ട് ഇടതുപക്ഷത്തിന് എന്തോ ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ അവരിങ്ങനെ മയമായിട്ട്, അതായത് അഡാനി വരുന്ന സമയത്ത് മിണ്ടുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ രീതിയിൽ, പിന്നെ ഒരു ഫേസ്ബുക്കിൽ കൂടെ, അങ്ങനെയാണോ അവർ ചെയ്യുന്നത്? അപ്പം ഇടതുപക്ഷത്തിനും എന്തോ അഡാനിയുമായിട്ട് ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അന്വേഷിക്കണം. കാരണം പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അന്വേഷിക്കണം. അതിന് ഞങ്ങൾ BJP ആയിട്ട് എന്താ ബന്ധം? 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്നുള്ള കാര്യം പിണറായി വിജയനാണ് പറഞ്ഞത്. അത് അന്വേഷിക്കണം. അത് തന്നെയല്ല, അത് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യണം. ഫേസ്ബുക്കിൽ കൂടെ അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ അഡാനിയുടെ കാര്യത്തിൽ അത് തന്നെയല്ല, അഡാനിയല്ല അംബാനിയല്ല ആരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് താല്പര്യമുണ്ട്. ലാഭത്തിന് വേണ്ടിയാണ് അവർ നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല, അല്ല അതെല്ലാം പൂട്ടിപ്പോകും. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കർത്തവ്യം. അപ്പോൾ അതുകൊണ്ട് ഏത് കോർപ്പറേറ്റുകളോ ഉത്തമ മുതലാളികൾമാരായാലും അവരെ തീർച്ചയായിട്ടും നിൽക്കേണ്ടിയിടത്ത് നിർത്തേണ്ടത്, അതിൻ്റെ ഗുണം സർക്കാരിന് കിട്ടേണ്ടത് അത് സർക്കാരിൻ്റെ കടമയാണ്.
അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കുക തന്നെ ചെയ്യണം. ആ കാര്യത്തിൽ സംശയമൊന്നും വേണം. ഈ കേരളത്തിലെ ഭരണം അഴിമതിയിൽ കുളിച്ചു കിടക്കുകയാണ്. പ്രതിപക്ഷം അത് വേണ്ടത്ര മുതലെടുക്കാനായിട്ട് സാധിക്കുന്നുമില്ല. അത് ഒരു ഒത്തുതീർപ്പിൽ കൂടിയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് BJPയും പറയുന്നുണ്ട്. പക്ഷേ BJPക്കും അതിനെ വേണ്ട രീതിയിൽ മുതലാക്കാൻ കഴിയുന്നില്ല. അല്ല, BJP ആണല്ലോ ഇതിൻ്റെ എല്ലാം സമരം ചെയ്തത്. അപ്പം നമ്മുടെ നിയമസഭാ സമരം യുവമോർച്ചയാണല്ലോ പ്രഖ്യാപിച്ചത്, ആ മാണിയെ പുറത്തിറങ്ങാൻ അകത്ത് കയറാൻ സമ്മതിക്കില്ല എന്ന്. അതുകൊണ്ടാണല്ലോ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിയതും മാണിയൊക്കെ അതിൻ്റെ അകത്ത് കിടന്നതും അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ആ സംഭവമേ ഉണ്ടാവില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്ന ആ സമരം സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ എല്ലാവർക്കും അറിയാം, വലിയ ഒരു മഴയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അവിടെയും 10,000-കണക്കിന് ആൾക്കാർ സംഘടിച്ച് വരികയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ആദ്യം ആരോപണം ഉണ്ടത് ഉമ്മൻചാണ്ടിക്കെതിരെയാണ്, മറ്റു മന്ത്രിമാർക്കെതിരെയല്ല. അതായത് പാമോലിംഗ് കേസ്. അന്ന് ഈ ഭരണപക്ഷം PC ജോർജിൻ്റെ നേതൃത്വത്തിൽ ആ ജഡ്ജിയെ, വിജിലൻസ് ജഡ്ജിയെ ചീത്ത പറയാൻ ഉണ്ടായത്. തെരുവ് ഗുണ്ടകൾ പറയുന്ന ചീത്തയാണ് ജഡ്ജിയെ വിളിച്ചത്. അദ്ദേഹം സ്ഥലം മാറിപ്പോയി. അന്ന് ഇവിടെ ഇടതുപക്ഷം പറഞ്ഞത് മുഖ്യമന്ത്രി വിജിലൻസ് മാറിയാൽ മതി എന്നാണ്. കാരണം അന്ന് ഈ നമ്മുടെ എളമരം കരീം 5 കോടി രൂപ അദ്ദേഹം കാറിൽ കൊണ്ടുപോയെന്നും ഞാനാണ് എടുത്തു വെച്ചെന്ന് ഡ്രൈവർ പറഞ്ഞ ഒരു കേസുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ സമയത്തോളം എളമരം കരീമിനെതിരെ കേസ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മൻചാണ്ടി രക്ഷപ്പെട്ടോട്ടെ. അതിനുശേഷം സോളാർ കേസ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഡിമാൻഡ്, അവർ ബാർഗൈൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും P ജയരാജനും ഇത് ഗൂഢാലോചന കേസ് പ്രതികളാകരുത്, മോഹനം മാഷ് വരെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ രക്ഷപ്പെടുത്തണം. അതായിരുന്നു. അതിനുവേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് ധാരണയ്ക്ക് വന്നത്. അത് പിന്നെ പിണറായി നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞപ്പോൾ മനസ്സിലായി. അത് ഒറ്റ ദിവസം കൊണ്ട് ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖേനയാണ് അവർ തമ്മിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഈ കേസിൽ രക്ഷപ്പെടുത്താവുന്നുള്ളതാണ്, TP ചന്ദ്രശേഖരൻ വധ കേസിൽ. ആ രീതിയിലാണ് അവർ എന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ എളമരം കരീമിൻ്റെ വിഷയമായിട്ട് വീണ്ടും ഒത്തുതീർപ്പിലേക്ക് വരാൻ അതിൻ്റെ അപചയമാണ്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഏതാണ്ട് അഴിമതിയിലേക്ക് മുങ്ങി കുളിച്ചിരിക്കുന്നു. കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ അഴിമതിയുണ്ട് എന്നുള്ള രീതിയിലേക്ക്, കമ്മ്യൂണിസ്റ്റുകാർ എവിടെയുണ്ടോ അവിടെ അഴിമതിയുണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അവർക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ EMSനെ പോലെയുള്ള വലിയൊരു നേതാവ് അവർക്കില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ കടന്നുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് മുന്നണിയെയും ജനം മടുത്തു. അതിനിടയിൽ കൂടെ BJPക്ക് വളർന്നു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണല്ലേ പ്രതീക്ഷ? ഇപ്പോൾ തന്നെ BJPക്ക് സാഹചര്യമുണ്ട്. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഹരിയാനയിൽ, കേരളത്തിലെ BJPയുടെ പകുതി പോലും സംഘടനാ ശേഷിയുള്ള സ്ഥലമല്ല അവിടെ BJP ജയിച്ചുകൊണ്ടിരുന്ന സഖ്യകക്ഷികളുമായിട്ട്. ഇപ്രാവശ്യം അവിടെ ഒറ്റയ്ക്ക് നമ്മൾ അധികാരത്തിൽ വന്നിരിക്കുന്നു, BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 4ാമത്തെ കക്ഷിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി, ശിവസേന, കോൺഗ്രസ്, NCPക്ക് ശേഷം BJP. ഇപ്പോൾ BJP അവിടെ 1ാമത്തെ കക്ഷിയായിട്ട് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഭാരതത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങളും ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നോടിയാണല്ലേ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിനുവേണ്ടി അമിത്ഷാ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് ഈ അമിത്ഷാ ഡൽഹിയിൽ പല തന്ത്രങ്ങളും പയറ്റി നോക്കി. പക്ഷേ അവിടെ വൻ തകർച്ചയാണ് ഉണ്ടായത്. ഈ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയത്തിൽ എന്നും ജയിച്ച ഒരു വ്യക്തിയും എന്നും ജയിച്ച ഒരു പാർട്ടിയും ഉണ്ടോ? അല്ല, അത് മോഡിയുടെ വൻ വിജയത്തിന്റെ ആഹ്ലാദ തിമിർപ്പ് തീരുന്നതിന് മുമ്പാണ് ഡൽഹിയിലെ ഈ വൻ പരാജയം. അതിനു മുമ്പുണ്ടായിരുന്നു. അതായത് ഈ ആഹ്ലാദ തിമിർപ്പിന് മുമ്പ് ഞാൻ പറയാം, ഇതൊന്നും അല്ല. ബൈ ഇലക്ഷൻസ് വന്നു UPയിലും ബീഹാറിലും ഒക്കെ. BJP തോറ്റുപോയില്ലേ? ജൂലൈ മാസത്തിൽ, അതായത് മെയ് മാസത്തിൽ ഇലക്ഷൻ നടക്കുന്നു, ലോക്സഭാ ഇലക്ഷൻ. ജൂലൈ മാസത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക്, നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ബൈ ഇലക്ഷൻ നടക്കുന്നു. അവിടെയെല്ലാം BJP തോറ്റിരുന്നു. UPയിലും ബീഹാറിലും ഒക്കെ വളരെ കുറച്ച് സീറ്റേ കിട്ടിയുള്ളൂ. അന്ന് എല്ലാവരും വിധി എഴുതി, ഇതാ മോഡിയുടെ പ്രഭ പോയി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിധി എഴുതിയതാണ്. അതിനുശേഷമാണ് ഹരിയാന വന്നത്, മഹാരാഷ്ട്ര വന്നത്, ജാർഖണ്ഡ് വന്നത്, നമ്മുടെ കാശ്മീർ വന്നത്. 5 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഡൽഹി പോയത്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി പഠിക്കണം. അത് BJP അതുണ്ടായ പാളിച്ചകൾ പഠിക്കുകയും അതിൽ നിന്ന് നമ്മൾ ശക്തി ആർജിക്കുകയും ചെയ്യും. അതാണ് സാധാരണ ചെയ്യുന്നത്. മോഡിയെ സമയത്തോളം എന്നും ജയിച്ചുകൊണ്ട് കയറി വന്നൊരു നേതാവൊന്നുമല്ല. എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അടിപതറാത്തതും. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ തന്നെ നിലവിൽ അവിടെ ചില സീറ്റുകൾ ഉണ്ട്. ഇനി അതൊരു പക്ഷെ കൂടിയാൽ തന്നെയും അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയസൂചനയായിട്ടെങ്കിലും കാണാൻ പറ്റുമോ? കാരണം പലപ്പോഴും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ പലരും വിലയിരുത്തുന്നത് അതൊക്കെ ഇതിനകത്തൊരു വ്യക്തിപരമായ വോട്ട്
ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത്. അത് ഞാൻ വേറെ രീതിയിൽ പറയാം. അപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഭരിക്കുന്നിടത്ത് അല്ലെങ്കിൽ BJP കൂടുതൽ വോട്ട് കിട്ടിയെടുത്ത് ആയിരിക്കണമെന്നില്ല നിയമസഭാ ഇലക്ഷൻ BJP ജയിക്കുന്നത്. അതല്ലേ പറഞ്ഞു വന്നത്. ആ രീതിയിലേക്ക് വേണമെങ്കിൽ മാറാം. കാരണം ഇത് പക്ഷെ ജനങ്ങളുടെ ടോട്ടലുള്ളൊരു മനോഭാവം നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവെയുള്ള ജനങ്ങളുടെ ഒരു മനോഭാവം BJPയോടുള്ള മനോഭാവം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഒരുപക്ഷെ ആ ഏരിയയിൽ എന്നായിരിക്കണമെന്നില്ല, മറ്റു ഏരിയയിലേക്കാകാം, അവിടെ നിന്ന് തന്നെ ആവാം എന്നും വരാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും BJP മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് എത്രത്തോളം വിജയകരമായി തീരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? അങ്ങനെ നേരത്തെ തന്നെ പരമാവധി സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ താമര ചിഹ്നത്തിലല്ലായിരുന്നു പലയിടത്തും മത്സരിച്ചുകൊണ്ടിരുന്നത്. അത് സ്വതന്ത്രരായിട്ടൊക്കെയാണ് മത്സരിച്ചത്. താമര ചിഹ്നത്തിൽ BJP എന്നുള്ള രീതിയിൽ മത്സരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പൊ അതിനു മുമ്പേ അരുവിക്കര തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ BJPയുടെ നിലപാട് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ് അരുവിക്കര തിരഞ്ഞെടുപ്പ്. BJPയുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ അരുവിക്കര തെരഞ്ഞെടുപ്പ്. യാതൊരു സംശയം. ഈ അഴിമതിക്കെതിരെ സമരം ചെയ്യുന്ന ഒരാൾ കൂടി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് PC ജോർജ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിനോ വല്ല സാധ്യതയുണ്ടോ? PC ജോർജ് അഴിമതിക്കെതിരെ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു തമാശയല്ലേ? അതായത് പാമോലിൻ കേസില് കോടതി മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ജഡ്ജിയുടെ പേര് ഹനീഫ എന്നാണ്. ഇവൻ പാകിസ്ഥാനിയാണ് എന്ന് ഒരു ചാനലിരുന്നുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടത് PC ജോർജ്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ അഴിമതിക്കെതിരെ ശബ്ദം ഉയർത്താൻ സാധിക്കുക? അല്ലെങ്കിൽ അതിനെങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? PC ജോർജ് എന്ന് പറയുന്നത് രണ്ട് മുന്നണിയിലും ഒരു ചട്ടുകമായിട്ടോ അല്ലെങ്കിൽ ഒരു പെരുമ്പറയായിട്ടോ ഒക്കെ മാറുന്ന ഒരു സാധനം എന്നുള്ളതൊക്കെ ഞാൻ അപ്പുറത്തേക്കൊന്നുമില്ല. ഈ നരേന്ദ്രമോദി ശബരിമലയിൽ വരുമോ? വരും. അപ്പോൾ ആറന്മുള വിമാനത്താവള ഉദ്ഘാടനം ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, KGSനെ പറ്റി ഇത്രയും വിശദീകരിച്ചതിന് ശേഷം, അതായത് മൻമോഹൻ സിംഗ് വരുന്നു, ആറന്മുളയിൽ വരുന്നു, അതിനുശേഷം വരുന്നില്ല, അവിടെ എറണാകുളത്ത് നിന്ന് സ്വിച്ച് ഓൺ ചെയ്യും എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരെ പറ്റി തീർച്ചയായിട്ടും അതൊരു എന്താ പറയുന്ന ഒരു കാപട്യത്തിൻ്റെ ഒരു മുഖമായിട്ടാണ് KGSനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച ഒരു കാര്യത്തിന് പ്രധാനമന്ത്രി വരും എന്ന് പറയുന്നത് വെറും ബാലിശമാണ്. ഈ ശബരിമലയിൽ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള പദവി ശബരിമലയ്ക്കും ലഭിക്കുമല്ലേ? അല്ല, അദ്ദേഹം വന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് BJPയുടെ മാത്രം കാര്യമല്ലല്ലോ, അത് കേരളീയരെ പിടിച്ചു വാങ്ങിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അത് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നാണെങ്കിലും പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ കേരളീയരെ പിടിച്ചു വാങ്ങിക്കേണ്ട കാര്യമാണ്. അതിന് BJPക്കാർക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒരു ആനുകൂല്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിന്റെ ആവശ്യമാണ്. ആ രീതിയിലാണ് BJP എല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, അത് പിടിച്ചു വാങ്ങുന്ന കാര്യത്തിൽ BJP ഒരുപക്ഷെ മുൻപോട്ട് ഇറങ്ങുമായിരിക്കും. യാതൊരു സംശയം വേണ്ട, മുമ്പിലുണ്ടാകും ആ കാര്യത്തില്. കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇനി ഇക്കാര്യത്തിൽ ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നത്. ശബരിമലയും നിയമസഭയും അല്ല പറയുന്നത്, അതുപോലുള്ള ഓരോരോ തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളെ സമീപിക്കും. അപ്പൊ ഇനി വരുന്ന ഈ 4 കൊല്ലത്തിനുള്ളിൽ കേരളത്തിന് മോഡിയിൽ നിന്ന് ഏറെ നേട്ടങ്ങൾ ലഭിക്കും എന്നാണ് BJP. തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേറ്റ് സർക്കാർ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് അതിന് അംഗീകാരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ആ രീതിയിൽ കിട്ടും. അത് തീർച്ചയായിട്ടും BJP അതിന് കൂടെ നിൽക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അതിനുവേണ്ടി ശ്രമിക്കും, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി. ഏതായാലും ഇത്രയേ ഉള്ളൂ. തുറന്നതിന് വളരെ നന്ദി, നമസ്കാരം.